മൂന്നാം പീഡന പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കോട്ടത്തിൽ MLA 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് വിട്ടത്. നേരെ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. രാഹുലിന്റെ ജാമ്യാപേക്ഷ ഈ മാസം 16-ന് പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് കോടതി മാറ്റിയത്. കോടതി നടപടിക്ക് ശേഷം ഈ പറഞ്ഞതുപോലെ തന്നെ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. അതിനുശേഷം തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നതായിരിക്കും. വലിയ പ്രതിഷേധമുണ്ട്. CK അബിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അബിലാൽ, തിരച്ചിറങ്ങിയപ്പോഴും രാഹുൽ മാങ്കോട്ടത്തിലെ ചിരിയിലൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉണ്ടാകുന്നുണ്ട്. 3 ദിവസത്തെ കസ്റ്റഡിയാണ്. ബാക്കി നടപടികൾ എങ്ങനെയായിരിക്കും? SITയുടെ കസ്റ്റഡി കിട്ടിയ പ്രതിയുമായി അന്വേഷണ സംഘം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയും പ്രതിഷേധക്കാർ ഓടിയെത്തിയിരുന്നു. DYFI പ്രവർത്തകർ 3 പേർ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കവാടം കടന്ന് ഇവിടേക്ക് എത്തിച്ചേർന്നു. മുദ്രാവാക്യം വിളിച്ച 3 പ്രവർത്തകരെയും പോലീസ് പിടികൂടുകയും പിന്നീട് പോലീസിന്റെ വാഹനം എത്തിച്ച് അതിനകത്തിലേക്ക് ആക്കി സ്ഥലത്തു നിന്നും കസ്റ്റഡി എടുത്ത് നീക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം പുറത്ത് BJP യുവമോർച്ച പ്രവർത്തകരും DYFI CPM SFI പ്രവർത്തകരും തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. നമ്മൾ മുൻപ് കണ്ടതിന് സമാനമായ രീതിയിലുള്ള പ്രതിഷേധം തന്നെയായിരിക്കും ഇവിടെ നിന്നും പ്രതിയുമായി പുറത്തേക്ക് പോലീസ് വാഹനം എത്തുമ്പോഴും ഉണ്ടാവുക. വലിയ ബലപ്രയോഗം നടത്തിയാണ് പോലീസ് പ്രവർത്തകരെ, പ്രതിഷേധക്കാരെ തള്ളി നീക്കി പ്രതിയുമായി കോടതിയിൽ നിന്നും പുറത്തേക്ക് വരികയും പിന്നീട് വാഹനത്തിലേക്ക് പ്രതിയെ കയറ്റുകയും ചെയ്തത്. വിവിധ കോണുകളിൽ നിന്നും മൊട്ട ഏറുകൂടി ഉണ്ടായി. പോലീസ് വാഹനത്തിലാണ് അതിൽ ഏറിയ പങ്കും കൊണ്ടത്. പോലീസിന്റെ ഗ്ലാസ് ഷീൽഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രതിയെ 4 വശത്തു നിന്നും മറച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് അടക്കം പ്രതികരണം നൽകാതിരിക്കാനുള്ള അതീവ ജാഗ്രതയോടുകൂടിയാണ് പ്രതിയെ പുറത്തേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ പോലീസ് പ്രതിയെ പരിശോധിച്ച് വരികയാണ്. ആരോഗ്യ പരിശോധന പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ പോലീസ് പുറത്തേക്ക് വരും. ഇവിടെ നിന്നും 50 മീറ്റർ പുറത്താണ് പ്രതിഷേധക്കാർ നിലയുറപ്പിച്ചിട്ടുള്ളത്. നേരെ പ്രതിഷേധക്കാരെ മറികടന്ന് പോലീസ് വാഹനങ്ങൾ പത്തനംതിട്ട ഭാഗത്തേക്ക് തിരിക്കും. അങ്ങനെ പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ചുള്ള ചോദ്യം ചെയ്യലായിരിക്കും ഇനി ഉണ്ടാവുക. സമീപകാലത്ത് പ്രതിഷേധങ്ങൾ പല കോണുകളിലും രാഹുലിനെതിരെ ഉയർന്നു വന്നതെങ്കിൽ പത്തനംതിട്ട തിരുവല്ലയിൽ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുന്ന വേളയിലും ആദ്യഘട്ടത്തിൽ ആശുപത്രിക്ക് പുറത്തും അതിനുശേഷം കോടതി വളപ്പിലും പ്രതിഷേധമുണ്ടായിരുന്നു. തിരിച്ചിറക്കിയ വേളയിലും സമാനമായ സാഹചര്യമാണ് ഉണ്ടായത്. കൂടുതൽ ആളുകളുടെ പിന്തുണയോടുകൂടിയാണ് DYFI യുവമോർച്ച പ്രവർത്തകർ ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായത്. എന്തായാലും പ്രതിയുമായി പുറത്തേക്ക് പോലീസ് വാഹനം എത്തുമ്പോഴും സമാന നിലയിലുള്ള പ്രതിഷേധം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പ്രതിഷേധക്കാരെ പോലീസ് കായികമായി തന്നെ നേരിട്ട് പുറത്തേക്ക് പ്രതിയുമായി പോകാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കും ഉണ്ടാവുക. കൂടുതൽ പ്രവർത്തകർ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അത് രാവിലത്തെ പ്രതിഷേധത്തെക്കാൾ സ്വരം കടുപ്പിക്കുന്നതിനും പ്രതിഷേധം ഉയർത്തുന്നതിനും ഒക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട പിന്തുണയായി പ്രതിഷേധക്കാർക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയം ഒരു 15 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ പ്രതിയുമായി അന്വേഷണ സംഘാംഗങ്ങൾ പുറത്തേക്ക് വരും എന്നുള്ളത് തന്നെയാണ്.